അമേരിക്കയിൽ കഴിയുന്ന സാധാരണ കുടുംബങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് തന്നെ പറയുന്ന കാര്യം ഇതാണ്: വേണ്ടത്ര ഗ്രൗണ്ട് ബീഫ് കഴിക്കാൻ കിട്ടുന്നില്ല. ഗ്രൗണ്ട് ബീഫ് എന്ന് വെച്ചാൽ ഈ മിൻസ്ഡ് ബീഫാണ്. എന്തെങ്കിലുമൊക്കെ ഹംബർഗർ ഉണ്ടാക്കാനോ അങ്ങനെയുള്ള സാധനങ്ങൾ വീടുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറുതാക്കി നുറുക്കി അരിഞ്ഞെടുത്തിരിക്കുന്ന ബീഫ് ഇറക്കുമതി ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇത്രയും വലിയ താരിഫും ടാക്സും ഉണ്ടെങ്കിൽ ഒരു രാജ്യവും ഒരു കമ്പനിയും അമേരിക്കയിലേക്ക് ബീഫ് കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നിത്യോപയോഗ സാധനമായി കരുതുന്ന ഗ്രൗണ്ട് ബീഫ് കിട്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ശ്രദ്ധേയമായി ലോകം മുഴുവൻ വാർത്തയായിരിക്കുകയാണ്. 3 ലക്ഷം മെട്രിക് ടൺ ഗ്രൗണ്ട് ബീഫ് അമേരിക്കയിലേക്ക് പഴയ താരിഫിൽ തന്നെ ഇറക്കാം. അത് അവിടെ നിലവിലുള്ള വിലയുടെ 25% കുറച്ച് മാത്രം റീറ്റെയിലിൽ വിൽക്കാൻ വേണ്ടിയാണ്. കുടുംബങ്ങൾക്ക് ഇഷ്ടം പോലെ ബീഫ് കഴിക്കാൻ വേണ്ടിയാണ്. അതിന് വിലക്കൊന്നുമില്ല, പുതിയ ടാക്സ് ഏർപ്പാടാക്കുന്നില്ല അങ്ങനെയുള്ള ഇറക്കുമതിക്ക് എന്നാണ്. അപ്പോൾ അത്യാവശ്യം പ്രിയപ്പെട്ട ആഹാരം മുട്ടിയപ്പോൾ താരിഫിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്താൻ പ്രസിഡന്റ് തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ബഹളവും ആക്ഷേപവുമൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിനിടയിലാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറയുന്നത് യുദ്ധം നിർത്താൻ സമയമായി, ഇനി നിർത്താം. കാരണം ഇപ്പോൾ ഇറാൻ അപ്പർ ഹാൻഡിലാണ്, നല്ല പൊസിഷനിലാണ് എന്ന്. കാരണം ഇറാന് മേൽ യുദ്ധം അടിച്ചേൽപ്പിച്ചതാണ്, ഇറാനല്ല തുടങ്ങിയത് എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഇപ്പോൾ അമേരിക്ക പരാജയപ്പെട്ട് നിൽക്കുന്നെന്നും ലോകം മുഴുവൻ മനസ്സിലാക്കുന്നത് ഇറാൻ ജയിച്ചു നിൽക്കുന്നു എന്നുമാണെന്നും ഇറാൻ്റെ പ്രസിഡന്റ് പറയുകയാണ്. ഭാഗികമായിട്ട് ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ അടച്ചു വച്ചിട്ടുണ്ട്. മറുഭാഗത്ത് അമേരിക്കൻ സേന ശക്തമായ ഉപരോധവുമായിട്ടും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും തുല്യമെന്ന രൂപത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ ട്രഷറി കരുതുന്നത് ഈ യുദ്ധത്തിൻ്റെ സൈനിക നടപടിയുണ്ടല്ലോ, അതിനേക്കാൾ വളരെ ശക്തമാണ് സാമ്പത്തിക ഉപരോധം എന്നാണ്. ഈ ആക്രമണം നടത്തി ബോംബിട്ട് സ്കൂളുകൾ, ആശുപത്രികൾ, സാധാരണ കെട്ടിടങ്ങൾ, വീടുകൾ, ഓഫീസുകൾ ഇതൊക്കെ തകർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത്, പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും റോഡുകളുമൊക്കെ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം കർശനമാക്കാനും ഇറാനെ സഹായിക്കുന്നവരുടെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതാണ് എന്ന കണ്ടെത്തൽ നടത്തി ട്രംപിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് അമേരിക്കയുടെ ട്രഷറി. എന്നാൽ ഉപരോധം കൊണ്ടൊന്നും ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയതായും റിപ്പോർട്ടുണ്ട്. മനുഷ്യക്കുരുതിയും ഉപരോധവും കാരണം ഗസയിലെ ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന സമീപനം സ്വീകരിച്ച ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ ഒരു അന്താരാഷ്ട്ര അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തുർക്കി ഭരണകൂടം. നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് ഈ വാറണ്ടിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യവംശത്തിന് നേരെ ഏറ്റവും കിരാതമായ പ്രവർത്തനങ്ങൾ നെതന്യാഹു ചെയ്തിരിക്കുന്നു എന്നും തുർക്കി ആരോപിക്കുന്നു. എന്തായി നമ്മുടെ UAEയിൽ കാണാനിരിക്കുന്ന സുഹൈൽ നക്ഷത്രത്തിൻ്റെ കാര്യം എന്നെല്ലാവരും ചോദിക്കുമ്പോൾ ഇന്നും ഉച്ചയ്ക്ക് ശേഷം അലയിലും ഫുജൈറയിലും പല ഭാഗങ്ങളിലും മഴ കിട്ടി എന്ന് നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. നാളെ ശനിയാഴ്ചയും മഴ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. 24-ാം തീയതി വൈകുന്നേരം സുഹൈൽ നക്ഷത്രത്തെ കാണുമെന്നും പിന്നീട് അങ്ങോട്ട് ഈ കൊടും ചൂടിൽ നിന്നുള്ള മോചനം ഉണ്ടാകുമെന്നും ഇപ്പോഴും കരുതുകയാണ്. നമുക്ക് കാത്തിരിക്കാം. Night updates supported by Gold Star Rent-A-Car, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Hashim Hypermarket.